അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറ്റവും അധ്വാനമുള്ളൊരു പ്രവൃത്തിയാണ് പ്രായമായ, പ്രത്യേകിച്ച് പരസഹായങ്ങൾ ആവശ്യമുള്ള ആളുകളെ നമ്മൾ സംരക്ഷിക്കുക, അവരെ നോക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ജോലിയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ചുകൊണ്ട് ഈ ഒരു ഭാരമേറിയ കാര്യം അധികവും ചെയ്യുന്നത് മരുമക്കളാണ്. അതായത് സാധാരണഗതിയിൽ എന്താണ്, സ്വന്തം മാതാപിതാക്കളെ പരിചരിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് ഇല്ലാതെ വരും. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ അങ്ങനെ അതിനുവേണ്ടി അത്ര ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ചിലപ്പോൾ അവർ നടത്താത്ത സാഹചര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി ഇത്തരം പ്രായമായവരെ നോക്കുമ്പോൾ അത് ഭയങ്കര പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി പരമാവധി അതിനോട് സഹകരിച്ച് പോകണം. നമ്മൾ എന്തായാലും ഒരു ത്യാഗം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു ഒരു പ്രയാസം നമുക്ക് തരുമ്പോൾ ഒരു എളുപ്പം നമുക്ക് തരും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീടൊരു ആശ്വാസത്തിന് അതൊരു കാരണമായി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും ശ്രമകരമായൊരു ജോലി ചെയ്ത സ്ഥിതിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ നമുക്ക് കാരണമാകുന്നൊരു ജോലിയാണെന്ന് വിചാരിച്ച് നമ്മളിൽ ആത്മാർത്ഥമായി നമ്മൾ കഴിയുന്ന പോലെ ആ പരിശ്രമങ്ങൾ എന്ത് ചെയ്യണം, നടത്തണം. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കുന്നത്, ഇത്തരം മരുമക്കൾ തൻ്റെ അമ്മായിമ്മമാരെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഉമ്മമാരെ നോക്കുമ്പോൾ അപൂർവം ചില ഉമ്മമാരുടെയൊക്കെ ഇവരോടുള്ളൊരു സമീപനം ചിലപ്പോൾ വളരെ മോശമായി പോവാറുണ്ട്. അപ്പോൾ അത് കുറച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ലോകത്ത് ആരോടെങ്കിലും നമ്മൾ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ എങ്ങും പോവാതെ, സ്വന്തം വീട്ടിൽ പോലും പോവാതെ നമുക്ക് വേണ്ടി മെനക്കെട്ടിരിക്കുന്ന ഈ മരുമക്കളോടല്ലേ നമ്മൾ ഏറ്റവും അധികം സ്നേഹത്തോടെ പെരുമാറേണ്ടത്. പക്ഷേ അത് പലപ്പോഴും ഈ ഉമ്മമാർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സംശയം. എപ്പോഴെങ്കിലും വല്ല സമ്മാനങ്ങളുമായി തന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവരോട് കാണിക്കുന്ന ഒരു സ്നേഹവും വാത്സല്യവും ഇഷ്ടവുമൊന്നും മരുമക്കളോട് കാണിക്കാൻ കഴിയാത്ത ഉമ്മമാരുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട. കാരണം, ഈ മരുമകൾ നിങ്ങൾക്ക് ഈ സേവനമൊക്കെ ചെയ്തു തരാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഹോം നേഴ്സിനെ നിർത്തുകയാണെങ്കിൽ ഒരു 40,000 50,000 മന്ത്ലി കൊടുക്കേണ്ട കാര്യം. എന്നാൽ തന്നെ അവരെന്തേ ചെയ്യുള്ളൂ? നിങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്തോളുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കി തരിക, നിങ്ങളെ റൂമിൽ കൊണ്ടുപോവുക, ബാത്റൂമിൽ കൊണ്ടുപോകുക, അതൊക്കെ ചെയ്തോളുന്നില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇനി അതൊരു വേറൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനുഷ്യപ്പറ്റില്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഭാരമേറിയ ഒരു ജോലി എന്തുകൊണ്ടാണ് നമ്മുടെ മരുമകൾ നമുക്ക് ചെയ്തു തരുന്നത്? അവൾക്ക് വേണമെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാലോ. നേർക്ക് നേരെ പറയുകയാണെങ്കിൽ അവളുടെ ഉമ്മയും വാപ്പയല്ല. അതിനുള്ള കാരണം, ഒന്ന്, തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ജീവിതം തരുന്ന ഭർത്താവ്, ആ ഭർത്താവിൻ്റെ ഉമ്മയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഭർത്താവിന് ആ ഉമ്മനെ സംരക്ഷിക്കാൻ ഒരു കടമയുണ്ട്, കർത്തവ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ആ കാര്യത്തിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിലൊരു വശം. അവരെ താല്പര്യപ്പെടുത്തുന്നൊരു കാര്യം അതാണ്. then ഞാൻ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉമ്മനെ ഞാൻ നോക്കണമല്ലോ എന്നാണ്. രണ്ടാമത്തൊരു കാര്യം സമൂഹമാണ്. അതായത് ഈ അമ്മായിമ്മനെ ശരിയായി സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ചോദിക്കാനും പറയാനും, അവൾ തീരെ ആൾ ശരിയില്ല, അവൾ അമ്മായിമ്മനെ തീരെ നോക്കണില്ല എന്നൊക്കെ പറയാൻ ആളുകളുണ്ട്. അപ്പോൾ പരമാവധി ഒരു ആക്ഷേപവും ഒരു അപമാനവും വരണ്ടെന്ന് വിചാരിച്ചിട്ട് അവരത് ചെയ്യും. മറ്റൊന്ന്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇപ്പോൾ പാവപ്പെട്ട സ്ത്രീ, അപ്പോൾ അവർക്ക് വേറെ ആരും ഇല്ല, ഞാൻ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അള്ളാഹു എനിക്കതിന് പ്രതിഫലം തരും എന്ന് വിശ്വസിച്ചിട്ടും എന്ത് ചെയ്യാം, ഒരു സ്ത്രീ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ചിന്തകളുടെ മേലാണ് ഇവരിത് ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ വല്ലാതെ അവരെ മേലെ അധികാരം പ്രയോഗിക്കുകയും അവരെ നമ്മൾ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യുന്നറിയോ, ഇത് എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊരു പക്ഷേ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എന്ത് ചെയ്യും, എത്തും. അത് എങ്ങാനും സംഭവിച്ചാൽ നമുക്കുണ്ടാകുന്നത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കുമെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ നിലനിൽക്കാൻ പെരുമാറേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ പരിചരിക്കാനും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളുകളോട് ആണ് നമ്മൾ
ഏറ്റവും നന്നായി പെരുമാറുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അവരോട് ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ. പിന്നെ പരമാവധി നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മളൊക്കെ എന്തും ചെയ്തു തരാൻ തയ്യാറായി വരുമ്പോൾ നമ്മൾ അയാളെ കൊണ്ട് പണിയെടുപ്പിക്കുകയല്ല വേണ്ടത്. പരമാവധി പണിയെടുക്കാതെ നമ്മളവിടെ സഹകരിച്ച് നിന്നു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അവർക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടാകുക. മറിച്ച് നമ്മളെ കൂടുതൽ ചൂഷണം ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ താല്പര്യക്കുറവുണ്ടാവുക. എന്നാൽ പരമാവധി നമ്മോട് സഹകരിക്കുന്നു തോന്നിയാൽ ചെയ്തു തരാൻ അവർക്ക് നല്ല മനസ്സുണ്ടാവും. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരോടൊപ്പം നിൽക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഭരിക്കാൻ പോവാതിരിക്കാനും നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അതാണ് നമുക്ക് നമ്മുടെ ഭാവിക്ക് ഏറ്റവും നന്നാവുക.